വെൽക്കം ബാക്ക് ടു ടിൻ ഹോസ്റ്റർ. അപ്പം ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കട്ടപ്പനയിലോട്ടാണ്. ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉള്ളൂ, 22 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് നെടുങ്കണ്ടം ടു കട്ടപ്പന. അപ്പം നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽവരി മൗണ്ടിൽ കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം എന്തായാലും ബാക്കി കാര്യങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് സംസാരിക്കാം. ഓക്കെ. എൻ്റെ പൊന്നോ, ഇപ്പം തീർന്നേനെ. ജാവോ ജാവോ. അപ്പോൾ നമ്മൾ വെള്ളയാങ്കുടി എത്തിയിട്ടുണ്ട് കേട്ടോ. കട്ടപ്പനയിൽ നിന്ന് വെള്ളയാങ്കുടി, അവിടെ നിന്നാണ് നമ്മൾ കാൽവരി മൗണ്ടിന് കയറി പോകുന്നത്. അപ്പോൾ കാൽവരി മൗണ്ടിന് ഇവിടുന്ന് ഇനി 12 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്നത് ഗൂഗിൾ മാപ്പ് വഴി തെറ്റിയിട്ട് ഗസ് എന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ അത് പ്രോപ്പറായിട്ടുള്ള വഴി കാണിക്കുന്നത് നമ്മൾ വെള്ളയാങ്കുടി വന്നിട്ട് കയറി വരുന്നതായിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പനയിൽ നിന്ന് തന്നെ കല്യാണത്തണ്ടിന് ഒരു ഷോർട്ട് കട്ടുണ്ട്, പക്ഷെ അത് മാപ്പിലില്ല. നമ്മൾ പണ്ട് പോയതാണ്, അത് കറക്റ്റ് ഓർക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ കട്ടപ്പന ടു തൊടുപുഴ റൂട്ടാട്ടോ. വെള്ളയാങ്കുടിയിൽ നിന്ന് തൊടുപുഴ പോകുന്ന റൂട്ടിലാണ് വരുന്നത്. ഇതാണ് കേട്ടോ കാൽവരി മൗണ്ട് എന്ന് പറയുന്ന സ്ഥലം. ഇത് കാൽവരി മൗണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ, എനിക്ക് തോന്നുന്നു ഈ വഴിയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിർത്തി ആരോടെങ്കിലും ചോദിക്കാം, അതായിരിക്കും നല്ലത്. ചോദിച്ചിട്ട് പോകുന്നതായിരിക്കുമല്ലോ നല്ലത്. നമുക്ക് ഓട്ടോ ചേട്ടന്മാരുടെ വഴി ചോദിക്കാം കേട്ടോ. ചേട്ടാ കാൽവരി മൗണ്ട് ആ വഴി കയറിയാൽ മതിയോ? ഓക്കെ. അപ്പോൾ നമുക്ക് തെറ്റിയില്ല, ആ വഴി തന്നെയാണ്. ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ടുള്ള വഴി തന്നെ എത്തിച്ചു കേട്ടോ. ചെക്ക് പോസ്റ്റ് കാര്യമൊക്കെ ഉണ്ടല്ലോ. ടിക്കറ്റ് വേണം. ഫോറസ്റ്റിൻ്റെ ആളുകളുണ്ട്. നമുക്ക് വഴി തെറ്റിയതാട്ടോ. കാരണം ഇത് കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റാണ്. നമ്മൾ പോകാൻ പോകുന്നത് കല്യാണത്തണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ കയറി വരുന്ന വഴി വ്യത്യാസമുണ്ട് കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നിർമ്മല സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ നേരത്തെ പോയപ്പോൾ നിർമ്മല സിറ്റി കഴിഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പം നിർമ്മല സിറ്റിയിൽ നിന്ന് തന്നെ കുറച്ച് പുറകോട്ട് വന്നു കഴിയുമ്പോൾ ഒരു 200 മീറ്റർ പുറകോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് റൈറ്റിലോട്ട്, അതായത് കട്ടപ്പനയിൽ നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ്. ഇനി നിർമ്മല സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ തിരിച്ച് കട്ടപ്പനയ്ക്ക് വരുന്ന റൂട്ടിലാണെങ്കിൽ അവിടുന്ന് പിന്നെ റൈറ്റ് സൈഡിലാണ് വഴി. അപ്പോൾ ഈ വഴി ഞാൻ ഒരു തവണ പോയിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ഓർമ്മ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വഴിപണിയും കാര്യങ്ങളൊക്കെ ആയി. ഈ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ കല്യാണത്തണ്ടിലോട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വഴി കണ്ടുപിടിച്ചു. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇതിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും മഞ്ഞും കാര്യങ്ങളൊക്കെ നീങ്ങി മാറി എന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് കാണാം. ടയറെ ഒരു മിനിറ്റടാ, ടയറ് മൊത്തം ചെളി കേട്ടോ. കുറച്ച് നീ കുത്തിക്കോ, കയറിപ്പോ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കയറാം. ഇത്രയും കയറി വീഡിയോ കിട്ടിയില്ല കേട്ടോ. ഷോ, ബാക്കി നമുക്ക് എടുക്കാം.
അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് കല്യാണത്തണ്ടിൻ്റെ നടുഭാഗത്താണ്. വണ്ടി കിടക്കുന്ന കാണാം. വണ്ടി മാത്രമല്ല, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു അഞ്ചുരുളി ടണൽ ആ ഒരു വ്യൂ കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ ഇടാം. നമുക്ക് എന്നാലും ഇവിടുന്ന് ആ ഒരു എഡ്ജ് വരെ പോവാം. ഇത് അമ്മമാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. സ്കൂട്ടി പാതി വഴി ഇട്ടു കേട്ടോ. സ്കൂട്ടി കയറി വരികയല്ല, കയറ്റിക്കൊണ്ട് വരാം. പിന്നെ പുത്തൻ വണ്ടി ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അവിടെ വെച്ച് ഇട്ടു. ഇവിടെ അതിമനോഹരമായിട്ടുള്ള പുൽമേടുകളും കാര്യങ്ങളൊക്കെയാണ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നല്ല നല്ല കിടിലം വ്യൂസാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കേട്ടോ. നമ്മൾ അവിടുന്ന് ആ ഒരു മലയിൽ നിന്ന് നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തു നിന്ന് തന്നെ ആ ഒരു ഞാൻ കാണിച്ച മലയുടെ ഹാഫേ ആയിട്ടുള്ളൂ. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. എന്തോരം ഒരു സെറ്റപ്പാണെന്ന് നിങ്ങൾ തന്നെ നോക്ക്. നമ്മുടെ വണ്ടിയാണ് ആ കിടക്കുന്നത്. കണ്ടോ, നമ്മുടെ വണ്ടി കേട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് ഓവറോൾ കട്ടപ്പന തന്നെയുണ്ട്. എവിടെയായിട്ടൊക്കെ ആയിട്ട് കാണാം. കട്ടപ്പന നഗരമാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ ഈ താഴോട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചുരുളി ആ ഭാഗമാണ്. കോട്ടയം പോകുന്ന ആ ഒരു റൂട്ടാണ് ഈ കാണുന്നത്. അതേ ആ താഴെ റൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആ കാണുന്ന ഒരു റോഡ് അങ്ങോട്ടുള്ള റോഡാണ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് മുന്നോട്ട് തന്നെ നീങ്ങാം. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോട വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഒരു ശകലം കോടയും കാര്യങ്ങളൊക്കെ വേണ്ടതായിരുന്നു. കോട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പുല്ലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ നടക്കുന്ന ഒരു വ്യൂ നിന്ന് നോക്കി. ഈ ഒരു വ്യൂവിലൂടെയൊക്കെ നടക്കുമ്പം നടന്ന് മടുത്തതിൻ്റെയൊക്കെ ക്ഷീണമൊക്കെ അയക്കാൻ വേണ്ടി ശകലം തണുപ്പോട് കൂടിയുള്ള കോടയൊക്കെ നല്ലതായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇത് അത്യാവശ്യം നൈസാണ്. വന്നവരൊക്കെ ഒരു സെറ്റപ്പ് ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നവരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആ മലയുടെ ആ സൈഡിൽ തന്നെ ആയിരിക്കും ഇതാക്കിയത്. നിങ്ങൾക്കിത് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലാക്കി കാണിച്ചു തരാം. ഞാൻ വൈഡ് ആംഗിൾ എടുക്കുന്ന കാരണം നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുകയില്ല. ഞാൻ വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങളെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിവിടുന്ന് തിരിച്ചു പോകട്ടാ. എന്തായാലും വന്നതിൽ നഷ്ടം തോന്നുന്നില്ല. അടിപൊളി വ്യൂ ആയിരുന്നു. കാരണം വ്യൂ എന്ന് ഉള്ളതിലപ്പുറം ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നേരം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം, കാണാനല്ല, ഇന്ന് വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് കയറി വന്നു കേട്ടോ. മഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാടെ ഇങ്ങോട്ട് മൊത്തത്തിൽ ഭാവം മൊത്തം അങ്ങ് മാറി. ഞങ്ങൾ വന്നപ്പോൾ നല്ല തെളിഞ്ഞ് വ്യൂ പോയിൻ്റൊക്കെ അടിപൊളിയായിട്ട് കാണാമായിരുന്നു. ഇപ്പം കോട ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് പ്രകൃതിയുടെ മട്ടങ്ങ് മൊത്തം മാറി. വഴിയൊക്കെ തെറ്റിപ്പോയി. ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഒരു വിധത്തിൽ കയറി വന്നു. ഇനിയിപ്പോൾ ഇറങ്ങിപ്പോകാനുള്ള വഴി കണ്ടുപിടിക്കണം. അപ്പം എന്തായാലും കയറി വന്ന് മടുത്തിരിക്കുക. അപ്പോൾ ഇനിയിപ്പം ഇന്ന് ഇവിടുന്ന് ഇറങ്ങണം. ഇവിടെ വരെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ദിസ് ചാനൽ ട്വിൻ ഹോസ്റ്റർ. ഓക്കെ, ബൈ ബൈ.